അതാണ് സുനിഷ ഇപ്പോൾ തീർത്ഥം തളിച്ച് അതിന്റെ ചടങ്ങ് പൂർത്തിയാകാൻ കാത്തിരിക്കുന്ന ഭക്തരുടെ നീണ്ട നിര. ചിപ്പിയെ കാണാം. താരങ്ങൾ പൊങ്കാലയിട്ട സ്ഥലത്തു നിന്നും ശ്രുതി ശരത്തുണ്ട്. ശ്രുതി, ഇപ്പോൾ ശ്രുതി നിൽക്കുന്നത് ചിപ്പി ഒക്കെ നിൽക്കുന്ന ഭാഗത്താണോ? അവരൊക്കെ ഇപ്പോൾ ചടങ്ങ് പൂർത്തിയാകുന്ന അതിന്റെ പരിസമാപ്തിയിലെത്തുന്ന ആശ്വാസത്തിലും സന്തോഷത്തിലുമാണോ? സ്മൃതി, ഞാൻ നിൽക്കുന്നത് ഗൗരി വന്ദനത്തിലാണ്. ഇവിടെയാണ് ചിപ്പി അടക്കമുള്ള സിനിമ സീരിയൽ താരങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിവേദ്യം അർപ്പിച്ച ശേഷം തീർത്ഥം തളിച്ച് ചടങ്ങ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോഴാണ് അവർ, അതായത് ഇന്നത്തെ ദിവസം ഈ ചടങ്ങ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിക്കുന്നത്. അവർ ആറ്റുകാലമ്മയ്ക്കായി അർപ്പിച്ച നിവേദ്യം ത്തിൽ നിന്നാണ് ഒരു പങ്ക് കഴിച്ചാണ് ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം അവർ കഴിക്കുന്നത്. ഇപ്പോൾ ചിപ്പിയെ കാണാം, അതുപോലെ വീണ നായരുണ്ട്, മറ്റ് താരങ്ങൾ അടക്കം ഒരുപാട് സിനിമ സീരിയൽ താരങ്ങൾ, ഗായിക രാജലക്ഷ്മി അടക്കം നിരവധി താരങ്ങൾ ഇവിടെ ഈ ഗൗരി വന്ദനത്തിലുണ്ട്. ഇത് സ്ഥിരമായിട്ട് താരങ്ങൾ എത്തുന്ന ആറ്റുകാൽ പൊങ്കാല അർപ്പണത്തിനായിട്ട് താരങ്ങൾ സ്ഥിരമായി എത്തുന്ന സ്ഥലമാണ്. ഇവിടെയാണ് മിക്കപ്പോഴും താരങ്ങളെല്ലാം നമുക്ക് കാണാറുള്ളത്. ചിപ്പി വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പ്രതികരണം എടുത്തപ്പോഴൊക്കെ പറഞ്ഞിരുന്ന കാര്യം. അതുപോലെ നിരവധി താരങ്ങൾ ഇപ്പോൾ ഈ ചടങ്ങ്, ഇവിടുത്തെയും ചടങ്ങ് പൂർത്തിയായിരിക്കും. ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് എത്തിച്ച് തീർത്ഥം തളിച്ച് ആ പൊങ്കാലകളിൽ തീർത്ഥം തളിച്ച് ആ ചടങ്ങ് പൂർത്തിയാക്കി അവർ അതിൽ നിന്ന് ഒരു പങ്ക് കഴിച്ചാണ് ഇന്നത്തെ ഭക്ഷണം അവർ കഴിക്കുന്നത്. അപ്പോൾ രാവിലെ മുതൽ തന്നെ നമുക്കറിയാം, ഇന്ന് ഈ തലസ്ഥാനത്തുടനീളം വലിയ തിരക്ക് തന്നെയായിരുന്നു കണ്ടിരുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധ എപ്പോഴും എല്ലാ വർഷവും നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ അതിൽ പ്രധാനമാകും ഈ താരങ്ങൾ ആരൊക്കെ പൊങ്കാല ഇട്ടു എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പേര് തന്നെയാണ് ചിപ്പി. എല്ലാ വർഷവും ചിപ്പി പൊങ്കാല അർപ്പിക്കാറുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടാകും, ജലജ അടക്കമുള്ള താരങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ ചടങ്ങ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്കും ദൃശ്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അതിലടക്കം ആ ഒരു വശത്ത് മാത്രമല്ല, അത് മറുവശത്തും ഒക്കെ താരങ്ങൾ നിൽക്കുന്നുണ്ട്. സിനിമ സീരിയൽ മേഖലയിൽ നിന്നുള്ള നിരവധി താരങ്ങൾ, ഗായിക രാജലക്ഷ്മി, അങ്ങനെ ഒരുപാട് പേര് ഈ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരുന്നു. വർഷങ്ങളായിട്ട് എത്തുന്നവരുണ്ട്, ഇപ്പോൾ അടുത്ത കാലത്ത് 2-3 വർഷം മുന്നേ എത്തുന്നവരുണ്ട്. അങ്ങനെ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെയാണ് ഓരോരുത്തരും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സമീപത്തു കൂടിയാണ് വിമാനത്തിൽ പുഷ്പവൃഷ്ടിയും നടക്കുന്നുണ്ട്. ഒപ്പം തീർത്ഥം തളിച്ച് ഇപ്പോൾ ആ ചടങ്ങ് ഏകദേശം പൂർത്തിയാക്കിയിരിക്കുന്നു.